പാക് അധിനിവേശ കശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് പാകിസ്ഥാനാണ് മറുപടി പറയേണ്ടതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. We have seen reports on protests in several areas of Pakistan-occupied Jammu and Kashmir, including brutalities by Pakistani forces on innocent civilians. We believe that it is a natural consequence of Pakistan's oppressive approach and systemic plundering of resources from these territories, which remain under its forcible and illegal occupation. Pakistan must be held accountable for its horrific human rights violations. हमने पाकिस्तान के कब्जे वाले जम्मू कश्मीर നിരപരാധികളായ സാധാരണക്കാർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തിയ ആക്രമണങ്ങളും മേഖലയിലെ പ്രതിഷേധങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞു. പാക് സൈന്യം സാധാരണക്കാരെ ആക്രമിക്കുകയും അവരുടെ അവകാശങ്ങൾ അടിച്ചമർത്തുകയും ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഈ അടിച്ചമർത്തൽ അവസാനിപ്പിക്കണമെന്നും രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെ ബാഹ്യ സ്വാധീനങ്ങളാണ് സമീപകാല അസ്വസ്ഥതകൾക്ക് കാരണമെന്ന ബംഗ്ലാദേശ് ആഭ്യന്തര ഉപദേഷ്ടാവ് ജഹാംഗീർ ആലം ചൌധരിയുടെ അവകാശവാദങ്ങളും ജയ്സ്വാൾ നിഷേധിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകളിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. മുസഫറാബാദിൽ നടന്ന സംസ്കാര ചടങ്ങുകളിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. 3 യുവാക്കൾ കൂടി പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ മേഖലയിലുടനീളം പ്രതിഷേധം കടുക്കുകയാണ്. ജമ്മു കശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ വരുത്തുക, വൈദ്യുതി നിരക്കുകൾ കുറയ്ക്കുക, സൗജന്യ വിദ്യാഭ്യാസം നൽകുക, ആരോഗ്യ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നിവയുൾപ്പെടെ 38 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. പ്രതിഷേധത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു.